ഇതുകൂടാതെ മൃഗസംരക്ഷണ വകുപ്പിന്റെ ടീമുകൾ കൂടി ഫീൽഡിൽ പരിശോധന നടത്തുന്നുണ്ട്. മൃഗങ്ങളുടെ സാമ്പിളുകൾ കൂടി അവർ ശേഖരിക്കും. അപ്പോൾ മൃഗങ്ങളുടെ സാമ്പിളുകൾ ശേഖരിക്കുന്നത് ഇതിലേതെങ്കിലും തരത്തിൽ ഏതെങ്കിലും വൈറസിന്റെ സാന്നിധ്യമോ അങ്ങനെ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ കഴിയുമോ, അത് റെഗുലറായി എല്ലായിടത്തും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതും ഇവിടെ നടത്തുന്നതാണ്. സൈക്കോളജിക്കൽ സപ്പോർട്ടിന്റെ ഭാഗമായി പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ ഇതിൽ കൂടുതലായിട്ടുണ്ട് ഈ ഒരു സമ്പർക്ക പട്ടികയിൽ. അതുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പിന്റെയും വനിതാ ശിശു വികസന വകുപ്പിന്റെ സ്കൂൾ കൗൺസിലേഴ്സിന്റെയും കൂടി സഹകരണത്തോടുകൂടി സൈക്കോളജിക്കൽ സപ്പോർട്ട്, ഇപ്പോൾ ആരോഗ്യ വകുപ്പിൻ്റെതായി ഡോക്ടേഴ്സിന്റെ സൈക്കോളജിക്കൽ ടീം, സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള ടീം പ്രവർത്തിക്കുന്നുണ്ട്. അവർ ഫോൺ വിളിച്ച് ആവശ്യമായിട്ടുള്ള കൗൺസിലിംഗ് നൽകുന്നുണ്ട്, ഇങ്ങോട്ട് ആവശ്യപ്പെടുന്നവർക്ക് നൽകുന്നുണ്ട്. ഇപ്പോൾ DD എഡ്യൂക്കേഷൻ കൂടി പങ്കെടുത്ത ഈ മീറ്റിംഗിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഒരു സ്കൂൾ PTA ഓൺലൈനായിട്ട് ചേരും. ക്ലാസ് PTA, സ്കൂൾ PTA അല്ല, ക്ലാസ് PTA ചേരും. അപ്പോൾ രക്ഷകർത്താക്കളുടെ സാന്നിധ്യത്തിൽ കുഞ്ഞുങ്ങൾ കൂടി, കാരണം അവരുടെ ഒരു സുഹൃത്താണ് നഷ്ടപ്പെട്ടത് അപ്രതീക്ഷിതമായി. അപ്പോൾ ആ രീതിയിൽ ഒരു ക്ലാസ് PTA കൂടി ചേർന്നുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ, അവരെ അറിയുന്ന അവരുടെ സ്കൂൾ കൗൺസിലേഴ്സ് ഉൾപ്പെടെ അവരുടെ അധ്യാപകരും അവരുടെ രക്ഷിതാക്കളും ഒക്കെ ചേരുന്ന ഒരു ക്ലാസ് PTA ചേരുകയും പിന്നീട് പ്രത്യേകമായി ഏതെങ്കിലും രീതിയിൽ വ്യക്തിപരമായി കൗൺസിലിംഗ് വേണമെങ്കിൽ അതുകൂടി കൊടുക്കുവാനായിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ ഈ റൂട്ട് മാപ്പ് സംബന്ധിച്ച വിവരങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് നൽകുന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്ഥലങ്ങളിൽ ഇപ്പോൾ ഒരു ആശുപത്രിയിൽ തന്നെ OPയിൽ, പിന്നീട് കാഷ്വാലിറ്റിയിൽ, പിന്നീട് നിരീക്ഷണ മുറിയിൽ, വീണ്ടും ക്യാൻറ്റീനിൽ, അതിന് സമയം ഉൾപ്പെടെയാണ് നൽകിയിട്ടുള്ളത്. ഈ ആശുപത്രിയിൽ മറ്റു ദിവസങ്ങളിലൊക്കെ വന്നിട്ടുള്ളവരുണ്ടാകാം. അവരൊന്നും ആശങ്കപ്പെടേണ്ട, ആരും ആശങ്കപ്പെടേണ്ട, ഈ സമയത്ത് വന്നവരും ആശങ്കപ്പെടേണ്ട. ഒരു മുൻകരുതൽ എന്നുള്ള നിലയിലാണ് ഈ കാര്യങ്ങൾ നമ്മൾ പ്രസിദ്ധീകരിക്കുന്നത്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നവർ ദയവായി, CCTV ദൃശ്യങ്ങളുണ്ട്, അപ്പോൾ അതിലൂടെ കുറച്ചുപേരെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അതാണ് ഇന്നലെ നമ്മൾ എടുത്ത കണക്കിൽ നിന്ന് കൂടുതൽ സമ്പർക്ക പട്ടികയിൽ ഇന്ന് ആളുകൾ ഉൾപ്പെട്ടിട്ടുള്ളത്. CCTV ദൃശ്യങ്ങളിൽ നിന്ന് ആ ആശുപത്രികളിൽ ഉണ്ടായിരുന്നവരെ കണ്ടെത്തി അവരെ കൂടി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലിസ്റ്റിലെ സമ്പർക്ക പട്ടികയിലെ എണ്ണം 350ലേക്ക് ഉയർന്നത്. രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് ദയവായിട്ട് പറയണം. നമുക്ക് ഇതല്ല എന്നുള്ളത്, സമ്പർക്ക പട്ടികയിലുള്ളവർ തീർച്ചയായിട്ടും നിപ്പ അല്ല എന്നുള്ളത് നമുക്ക് റൂൾ ഔട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു തരത്തിലുള്ള ആശങ്കയും വേണ്ട, നമ്മൾ ഒരുമിച്ചാണ് ഇതിനെ നേരിടുന്നത്. അപ്പോൾ ധൈര്യമായി ഇതിൽ ഈ ഒരു പനിയോ മറ്റ് രോഗലക്ഷണങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കേണ്ടതാണ്. കൺട്രോൾ റൂം നമ്പറുകൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉണ്ട്. അത് പൊതുവെ ജില്ലയിൽ എല്ലാവരും നമ്മളൊരു പകർച്ചവ്യാധിയെ തടയുന്നതിനാണ് ശ്രമിക്കുന്നത്. രണ്ടാമത്തെ ഒരു കേസ് ഉണ്ടാകരുത് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഐസൊലേഷനിലുള്ളവർ 21 ദിവസമാണ് ഐസൊലേഷനിലിരിക്കേണ്ടത്. ഇൻക്യുബേഷൻ പീരീഡൊക്കെ കണക്കാക്കി ലാസ്റ്റ് ഡേ ഓഫ് കോണ്ടാക്റ്റ് എന്നാണോ സമ്പർക്കത്തിൽ വന്ന അവസാന ദിവസം, ആ ദിവസം മുതൽ ആണ് കണക്കാക്കുന്നത്. ആ ദിവസം മുതൽ 21 ദിവസം എന്നുള്ളതാണ്. 21 ദിവസമാണ് ഐസൊലേഷനിൽ ഉണ്ടാകേണ്ടത്. അതിൽ ഒരു തരത്തിലുള്ള ലംഘനങ്ങളും ഉണ്ടാകാൻ പാടില്ല. അത് ഓരോ വ്യക്തിയുടെയും അതുപോലെ സമൂഹത്തിൻ്റെയും ഈ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നമ്മൾ ഉത്തരവാദിത്വത്തോടെ ഏറ്റെടുക്കേണ്ട ഒരു നടപടിയാണ് എന്നുള്ളത് കൂടി ഏറ്റവും സ്നേഹത്തോടെ അറിയിക്കുകയാണ്.